കോൺഗ്രസ്സുകാരും CPM-കാരും താങ്കളെ വന്ന് കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടപ്പോൾ BJP ഒഴിഞ്ഞു നിന്നു എന്ന് അത് വിശ്വസിക്കാൻ അല്പ പ്രയാസമുണ്ട്. അല്ല, BJPക്ക് അതിന്റെ ആവശ്യം, അല്ലെങ്കിൽ അവര് അങ്ങനെ ഒരു പാർട്ടി സംവിധാനം ഈ പറയുന്ന കുന്നത്തുനാടിലോ അങ്ങനെയൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ടതാണത്. അങ്ങനെ ഒരു ചർച്ച എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെ മാതിരി ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കുന്ന ആളുമല്ല ഞാനത്. ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറയും, ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. അതിന് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ BJP-യോട് അടുക്കുവാൻ തോന്നിയത്? ഇപ്പോ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പില് LDF-ഉം UDF-ഉം ഒരു നിലപാടെടുത്തു. അതായത് ഞങ്ങൾ വളർന്നു വരുന്നത് എറണാകുളം മേഖലയിൽ അവർക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ളത്, എറണാകുളം ജില്ലയിൽ പൊതുവെ എല്ലായിടത്തും ഉണ്ടാക്കുമെന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഞങ്ങൾ എറണാകുളം ജില്ല വിട്ടിട്ട് 7 ജില്ലകളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചു. ഈ തവണ ഞങ്ങൾ 880 സീറ്റുകൾ മത്സരിക്കാൻ തീരുമാനിച്ചതിൽ കൊല്ലമുണ്ട്, അവിടെ മത്സരിച്ചു. പത്തനംതിട്ടയുണ്ട്, കോട്ടയം, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര മണ്ഡലത്തിലെങ്കിലും സ്വാധീനമുണ്ട്? എനിക്ക് തോന്നി കുന്നത്തുനാട് എന്നുള്ള ഒറ്റ മണ്ഡലമല്ലേ? അത് 2021 ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് 8 മണ്ഡലങ്ങളെ ഞങ്ങൾ മത്സരിച്ചു. അത് എറണാകുളം ജില്ല മാത്രം നിർത്തി. അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന കുന്നത്തുനാട് ഒഴിച്ച് ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒരു പാർട്ടി സംവിധാനങ്ങളോ പാർട്ടി സംഘടനയോ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ മത്സരിച്ചിട്ട് 15.3% വോട്ടുകൾ ഞങ്ങൾ നേടി ഈ 8 നിയോജക മണ്ഡലങ്ങളിൽ കൂടിയിട്ട്. ഇന്നതല്ല സാഹചര്യം. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 9 ജില്ലകളില് സംഘടനാ സംവിധാനമുണ്ട്. ഏതാണ്ട് 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പാർട്ടി ഓഫീസുകളുണ്ട്, പാർട്ടി സംഘടനയുണ്ട്, പാർട്ടി അവിടെ നേതൃത്വങ്ങളുണ്ട്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ 2021 അവസ്ഥയല്ല ഇന്ന് 2020 അവസ്ഥ. പക്ഷെ പിടിച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടല്ലേ? ഇല്ല. ഞങ്ങള് കഴിഞ്ഞ തവണ 2020 മത്സരിക്കുമ്പോൾ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഈ തവണ ഞങ്ങള് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ പ്രതിപക്ഷമായി. പക്ഷേ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. അപ്പൊ പുതുതായിട്ടുള്ള 2 പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ ഈ പറയുന്ന നേട്ടം എന്ന് പറയുന്നത് 25 പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ട് 50% മേലെ വോട്ട് പിടിച്ചാണ് ഞങ്ങൾ അത് നിലനിർത്തിയത്.